എപ്സ്റ്റീൻ കേവലം ഒരു പീഡോഫൈലല്ല, അയാളൊരു മൊസാദ് ഏജൻ്റാണ്. മോദിയുമായി ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്സ്റ്റീൻ സ്റ്റീവ് ബാനോനെ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതായത് മോദിയുമായി നിങ്ങൾ ലിങ്ക് ചെയ്യണം, നിങ്ങൾ ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുകയാണ്. അപ്പം നമുക്കറിയാം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായി നല്ല ഊഷ്മള ബന്ധത്തിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ ഊഷ്മളമാണ്. നിരവധി തവണ ഒരുപക്ഷെ മോദി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് രാജ്യവും അമേരിക്കയായിരിക്കും. അപ്പോൾ സ്റ്റീവ് ബാനോനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എപ്സ്റ്റീൻ അയക്കുന്ന മെയിലിലുള്ള ഒരു വിവരം ഇതാണ്: നിങ്ങളുടെ അണ്ടർവെയർ നോക്കൂ, എയ്തർ ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ചൈന ഓർ ഇന്ത്യ. അത് ഇന്ത്യയിലോ ചൈനയിലോ ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ അതൊരു ഒരു തമാശയാണെങ്കിലും ആ പറയുന്നതിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് ചൈനയും ഇന്ത്യയും ഒരേപോലെ മാനേജ് ചെയ്യേണ്ടി വരും. കാരണം ചൈന നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ കൂടെ നിർത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു നയതന്ത്ര പ്രശ്നം സ്റ്റീവ് ബാനോന് എപ്സ്റ്റീൻ എന്തിനാ അയക്കണം, ഒരു ഇമെയിൽ അയക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞ ഈ മാഗ ക്യാമ്പുണ്ട്. മാഗ ക്യാമ്പിൽ ട്രംപിൻ്റെ സപ്പോർട്ടറായിട്ടുള്ള ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ നമ്മൾ മുമ്പ് പരാമർശിച്ചുള്ള ടക്കർ കാൾസൺ ഉൾപ്പെടെ, അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എപ്സ്റ്റീൻ കേവലം ഒരു പീഡോഫൈലല്ല, അയാളൊരു മൊസാദ് ഏജൻ്റാണ് എന്ന് പരസ്യമായി പറയുകയാണ്. അയാൾ ഇസ്രായേലിൻ്റെ ലോബിയിങ്, ഹൈ പ്രൊഫൈൽ ലോബിയിങ് നടത്തുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടി അയാൾ ഇസ്രായേലിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടാകാം. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ വിദേശകാര്യ നയം ഇസ്രായേലിന് അനുകൂലമാക്കുന്ന തരത്തിലുള്ള ലോബിയിങ് നടത്തുന്ന, ആ ലോബിയിങ് നിയമപരമായി നടത്തുന്ന കമ്പനികളും ഏജൻസികളുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു ക്രിമിനൽ വേയിലൂടെ നടപ്പാക്കുന്ന ഒരാളായിരുന്നു എപ്സ്റ്റീൻ എന്ന് ടക്കർ കാൾസൺ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു. ഇപ്പോഴും അതിന് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരാളാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്നത്, തെളിവ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ എപ്സ്റ്റീൻ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, അവരെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. ഏതൊക്കെയോ മാർഗ്ഗങ്ങളോട് ദുരൂഹമായ സാഹചര്യത്തിൽ പണം ഉണ്ടാക്കിയ ഒരു ഫിൽത്തി റിച്ച് മനുഷ്യനാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ അയാൾ എന്തിനാണ് മോദി വരുന്നു, മോദിയുമായി മീറ്റപ്പ് നടത്തണമെന്ന് പറഞ്ഞ് സ്റ്റീവ് ബാനോന് മെയിൽ അയക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റിനെ സംബന്ധിച്ച് ഇമെയിലുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹർദീപ് സിംഗ് പുരി മന്ത്രി BJP-യിൽ ചേരുന്നതിന് മുമ്പ്, 2014 BJP ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള UN-ലേക്കുള്ള സ്ഥിരം റെപ്രസെൻറ്റേറ്റീവായിരുന്നു, സ്ഥിരം പ്രതിനിധിയായിരുന്നു. അങ്ങനെ ഒരാളുമായി എന്തിനാണ് ജെഫ്രി എപ്സ്റ്റീൻ ബന്ധം വയ്ക്കുന്നത്? യഹൂദ് ബറാക്കും ജെഫ്രി എപ്സ്റ്റീൻ തമ്മിൽ എന്താണ് ബന്ധം? അനിൽ അംബാനിയുമായുള്ള മീറ്റപ്പിനെ കുറിച്ചുള്ള അദ്ദേഹം വരുന്നത് എന്താണ്? അനിൽ അംബാനിയും എപ്സ്റ്റീൻ തമ്മിലുള്ള ബന്ധം?